ഹോണ്ട ആക്റ്റീവ 110cc മൈലേജ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ അടിച്ചിരിക്കുകയാണ്. അതുപോലെ ഓഡോമീറ്ററിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു, അതുപോലെ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ എത്ര ഫ്യൂവൽ നമുക്ക് വീണ്ടും ഫില്ല് ചെയ്യേണ്ടി വന്നു. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ട്രിപ്പിൽ എത്ര കിലോമീറ്റർ നമ്മൾ മൈലേജ് കിട്ടിയെന്ന് നോക്കുന്നത്. നമ്മൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം ഹില്ലി പ്ലേസസ് ആണ്. നമുക്ക് കയറ്റവും അതുപോലെ ഇറക്കവും ഉണ്ട്. ഇതൊക്കെ ഒരു മിനിമം 40 to 60, 70 ആ ഒരു സ്പീഡിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയത് ഒരു 7:30 ആ ഒരു ടൈമിങ്ങിലായതുകൊണ്ട് അത്ര തിരക്ക് വന്നില്ല. സിംഗിൾ റൈഡർ മൈലേജ് ടെസ്റ്റാണ് ഞാൻ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്ന പോലെ തന്നെ ടാങ്ക് നമ്മൾ ഫുൾ അടിച്ചിരിക്കുകയാണ്. ഏകദേശം ടോപ്പ് വരെ തന്നെ എണ്ണ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഓഡോമീറ്റർ 680 കിലോമീറ്റർ ആയിരുന്നു കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ട്രിപ്പ് വന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഫുൾ ടാങ്ക് അടിച്ച് നോക്കാം. സോ ഇപ്പോൾ ഈവനിങ് ടൈമാണ്. സെയിം പെട്രോൾ പമ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് അടിക്കുന്നത്. ഇനി നമുക്ക് ഓഡോമീറ്റർ ഒന്നുകൂടെ നോക്കാം. 827 കിലോമീറ്റർ ആണ് ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഓഡോമീറ്ററിൽ 827 കിലോമീറ്റർ ആണ്. നേരത്തെ ഉണ്ടായിരുന്നത് 680 കിലോമീറ്റർ ആയിരുന്നു. അപ്പം നമുക്ക് ഈ ട്രിപ്പിലായത് 147 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ഫ്യൂവൽ കൺസ്യൂംഡ്, നമുക്കിപ്പോൾ കൺസ്യൂം ചെയ്ത് രണ്ടാമത് ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ 1.89 കിലോമീറ്ററും കൂടെ കൂടുതൽ അടിക്കേണ്ടി വന്നു. സോ നമുക്ക് മൈലേജ് 77.7 കിലോമീറ്റർ മൈലേജ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഹോണ്ട ആക്റ്റീവ 110cc എച്ച് സ്മാർട്ട് 2024 മോഡലിൻ്റെ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് നമുക്ക് ക്ലെയിംഡ് മൈലേജ് കമ്പനി പറഞ്ഞത് 50 to 60 ആണ്. ഇതിനേക്കാൾ കൂടുതൽ മൈലേജ് നമുക്ക് വണ്ടിക്ക് ഇപ്പം ഈ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്.